നമ്മളുടെ നമ്മളായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്, നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് എന്തുകൊണ്ടാണ് ഫോമായിരിക്കുന്നത്? നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തെ അനുഭവിക്കുന്നിടത്തായിരിക്കണം. നമ്മളെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചാകുമ്പോൾ അവിടെയാണ് നമ്മൾ എല്ലാവരുമായിട്ടുള്ള ഒരുമ എന്ന് പറയുന്നത്. അവിടെയാണ് ഐക്യം. അല്ലാണ്ട് ഞാനെടുത്തൊരു തീരുമാനം കൊണ്ടുള്ള ബന്ധമല്ല ഐക്യം എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് സൃഷ്ടിപരമായിട്ട് ജീവൻ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇങ്ങനെ ആയതുകൊണ്ട് ഉള്ള ബന്ധമാണ് നമ്മളുടെ ഐക്യത്തിൽ. അല്ല ഞാനെടുത്ത തീരുമാനമല്ല, ഇത് യൂണിവേഴ്സലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ടുള്ള ബന്ധമാണ് ബന്ധം. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ബന്ധത്തിന് ഞാനൊരു തീരുമാനമെടുത്ത് വിലയിരുത്തേണ്ട കാര്യമില്ല. നമ്മളെടുത്ത് ഈ ബന്ധമുള്ള ആൾക്കാരെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വരത്തുള്ളൂ. അല്ലാത്തവർ നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ വരത്തില്ല, പറ്റത്തില്ല. കാരണം നമ്മുടെ ശ്രദ്ധ നമ്മളിൽ എത്രത്തോളം റിച്ചാണോ അതാണ് നമ്മുടെ ലാംഗ്വേജ്. അതാണ്. ആ ലാംഗ്വേജ് നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്നോ അല്ലെങ്കിൽ പറയത്തക്ക രീതിയിൽ ആകണമെന്നോ ഒന്നുമില്ല. ലാംഗ്വേജ്, സൈലൻ്റ് ലാംഗ്വേജ് ഉണ്ട്. സൈലൻ്റ് ലാംഗ്വേജ് ഈസ് വെരി പവർഫുൾ, വെരി പവർഫുൾ. മനസ്സിലായി? നമ്മൾ സൈലൻസിൽ ഇരുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന, നമ്മളിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന വൈബ്രേഷൻസ് അത് വളരെ സ്ട്രോങ്ങാണ്. എന്താണ്? അതിൻ്റെ ഭാഗത്ത് ഒരിക്കലും ഡൈവേർഷനില്ല. അത് കോൺസ്റ്റൻ്റായിട്ട് ആ വൈബ്രേഷൻ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഭാഷ അത് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതങ്ങനെയാണ്. ആ ലാംഗ്വേജ് എൻ്റെ ഭാഗത്തുള്ള റിക്വയർമെൻറ്റ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയ ലാംഗ്വേജിൽ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറും. അത് മാറണം, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ദർ ഇസ് എ ലാംഗ്വേജ് ബിയോണ്ട് സിറ്റുവേഷൻ. അത് ആ ലാംഗ്വേജ് ഫുൾ ടൈം ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേപോലെ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യത അനുഭവത്തിൽ തുടരുന്നത്. അപ്പം നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മളിലുള്ള കോർ ആയിട്ട് കണക്റ്റാകാനാണ്. നമ്മുടെ കോർ, നമ്മുടെ ശരീരം നിലനിൽക്കുന്നു എൻ്റെ ബുദ്ധി കൊണ്ടല്ല, എൻ്റെ സാമർഥ്യം കൊണ്ടല്ല. എൻ്റെ സാമർഥ്യം എൻ്റെ ബുദ്ധിയോ എൻ്റെ കഴിവുമല്ല. അതുകൊണ്ടാണ് നമുക്ക് മറ്റൊന്നിൻ്റെ ആകർഷണത്തിൽ പെട്ടുപോകാൻ പാടില്ല. ഒരു കാരണവശാലും മറ്റുള്ള ഒന്നിൻ്റെയും ആകർഷണത്തിൽ പെട്ടുപോകരുതും എന്ന് വളരെ കർശനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വളരെ കർശനമായിട്ട് നമ്മളെ സ്വാധീനിക്കുന്ന പലതും വരും. അതെനിക്കിഷ്ടമാണ്, ഇതെനിക്ക് കൊള്ളാം, ഒക്കെ കൊള്ളാം, ഓക്കെ ഫൈൻ. പക്ഷെ എൻ്റെ അറ്റൻഷൻ എനിക്ക് കൊള്ളാവുന്ന ഒന്നിലോട്ട് ഞാനെടുക്കുന്ന തീരുമാനപ്രകാരം ഡൈവേർട്ട് ആകുമ്പോൾ എൻ്റെ റിയാലിറ്റിയിൽ നിന്ന് ഞാൻ ഡിഫ്ലക്റ്റ് ചെയ്യുക. എൻ്റെ റിയാലിറ്റിയിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയാണ്. അതൊരു വല്ലാത്തൊരു ഡിസാസ്റ്ററാണ്. കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ചെടുക്കുന്നു എനിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളത് ഞാൻ കണ്ടുപിടിച്ചെടുക്കുന്നു. അത് വളരെ ദുർബലമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഇതിങ്ങനെയാണ്. ഞാനെന്തിനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് എനിക്ക് അനുകൂലമായിട്ടുള്ളത്? ഇത്
ഇങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിന് വേണ്ടത് ഇന്നതാണ് എന്ന് അതിന് തന്നെ അറിയാം. എന്താണോ അവിടെ രൂപം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് തന്നെ അതിനുള്ള ആ ബോധമുണ്ട്. അല്ലാണ്ട് എനിക്കിന്നതാണ് വേണ്ടത്, നിങ്ങൾ ഉള്ളത് കൊണ്ട് എനിക്ക് വേണ്ടത് നിഷേധിക്കപ്പെട്ടു, അങ്ങനെയില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മൾക്ക് ആ നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് ഒക്കെ എൻ്റെ ഹോൾ ബോഡി ഫങ്ഷൻ, അതാണ് നമ്മളെന്ന് പറയുന്ന ഭാഗത്ത് വരേണ്ടത്. എൻ്റെ ആക്ടിവിറ്റീസ്, ഞാൻ ലൈവായിട്ട് നിൽക്കുന്ന ഭാഗത്ത്, ഞാൻ ലൈവായിട്ട് നിൽക്കുന്ന ഭാഗത്തെ അറിഞ്ഞു വരുന്നതായിരിക്കണം നമ്മൾ. ഞാൻ ലൈവായിട്ട് നിൽക്കുന്ന അവസ്ഥയെ അനുഭവിച്ച് തുടരുന്നതാണ് നമ്മൾ. അപ്പോൾ അവിടെ ചിന്ത അവിടെ വരത്തില്ല. ഒരു ചിന്ത നമ്മളാകുന്ന കാര്യത്തിലൊരു ചിന്തയ്ക്ക് സ്ഥാനമില്ല. നമ്മളാകുന്നതിൽ ഒരു ചിന്തയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല അവിടെ. അപ്പോഴാണ് നമ്മുടെ സ്റ്റെബിലിറ്റി, നമ്മുടെ റിതം, നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാത്തിനും ഒരു പ്രോപ്പർ പെർഫോമൻസ് ഉണ്ടാവും. ഒരു പ്രോപ്പർ പെർഫോമൻസ്, എന്താണ് അതിന് കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് അതിന് പെർഫോമൻസ് ആയിട്ട് മാറുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാർട്ട് സ്റ്റോപ്പ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യത്തിലും സ്ഥിരതയില്ല. പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു കാര്യത്തിലും സ്ഥിരതയില്ല. അതുകൊണ്ട് ഇയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരത് നിഷേധിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ എതിർത്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇയാൾ അഗ്രസീവ് ആകും. കാരണം ഇയാളെടുത്തിരിക്കുന്ന കുറച്ച് തീരുമാനങ്ങൾ ആണ് ഇയാൾ നമ്മളെന്ന് ഞാനെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നത്. പക്ഷെ നമ്മളെടുത്ത കുറച്ച് തീരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. നമ്മൾ തീരുമാനിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? നമുക്ക് പ്രോപ്പറായിട്ട് അനുഭവിക്കാൻ പറ്റാത്തടത്താണ് അവിടെ ബലം പിടിക്കുന്നു. ഇപ്പോൾ ഇന്നലെ എല്ലാവരും ചോദിച്ചു, ഇന്ന് മഹാശിവരാത്രിയാണ്, എന്താണ് പറയണത്? ഞാൻ പറഞ്ഞ എനിക്കറിയത്തില്ല. നമ്മളുടെ അനുഭവത്തിൽ നമ്മൾ തുടരുക എന്നുള്ളതല്ലാതെ ഇന്ന് മഹാശിവരാത്രിയാണ്, ഇന്ന് അഷ്ടമിയാണ്, ഇന്ന് ദുർഗാഷ്ടമിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് രാത്രിയാണ്, അല്ലെങ്കിൽ ഇത് പകലാണ്, ഓക്കെ. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ എന്താണ്? ഇത് രാത്രിയാണ്, ഇത് ചൂടാണ്, തണുപ്പാണ്, ഇരുട്ടാണ്, വെളിച്ചമാണ്, ഇതൊക്കെ ഓക്കെ. പക്ഷെ ഞാൻ ജീവിക്കുന്ന ഭാഗത്ത് എപ്പോഴും ഒരേപോലെയുള്ള അനുഭവമായിരിക്കണം എൻ്റെ കോറെന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള പലതും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യത്യാസങ്ങളെ നിർവീര്യം ചെയ്ത് നമ്മൾ സ്റ്റേബിളായിട്ട് തുടരുന്നതാണ് ജീവിതം. നമ്മൾ ഒരു പുസ്തകമെടുത്ത് വായിക്കുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥയെ തിരിച്ചറിയാനാണ്. ഒരു പുസ്തകം വായിച്ച്, അടുത്ത പുസ്തകം വായിച്ച്, വേറെ പുസ്തകം വായിച്ച്, ഞാൻ ഒരുപാട് പുസ്തകം വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പുസ്തകവുമായിട്ട് ഞാൻ അലൈൻഡ് ആയില്ല. നമുക്ക് ഒരു വായനാശീലം നമ്മളിലുണ്ട്. അത് പുസ്തകം എന്ന് പറയുന്നത് നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങൾ എന്നെടുത്താൽ മതി. ഓൾറെഡി നിശ്ചയിക്കപ്പെട്ട ചില കാര്യങ്ങൾ എന്നുവെച്ചാൽ നമ്മുടെ പരിസരം ഒരു പുസ്തകമാണ്. നമ്മുടെ പരിസരം ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ വായിക്കണം. ആ പുസ്തകത്തെ വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്ക് കാണാൻ പറ്റും. ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമ്മുടെ ശരീരം വായിക്കണം, അല്ലേ? തൊട്ട് അറിയണം.
അറിഞ്ഞു കഴിയുമ്പോഴല്ലേ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വായിക്കുക കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസ് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് അവിടെ ആക്റ്റീവ് ആകുന്നത്. നമ്മൾ ആക്റ്റീവ് ആവുകയാണ്. ഇതാണ് ഞാൻ. അത് വൃത്തിയായിട്ട് വായിക്കണം. അവിടെ ഒന്നിനെയും അതുകൊണ്ട് ജഡ്ജ് ചെയ്യരുത്, ഒന്നിനെയും വിധിക്കരുത്. കാരണം വിധിച്ചാൽ പോയില്ലേ, വിധിച്ചാൽ നമ്മുടെ വായന അവിടെ ബ്ലോക്കായി. നമ്മുടെ വായനയിൽ തടസ്സം വന്നു. അപ്പം ആ വായന എന്ന് പറയുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആ പ്രായപൂർത്തിയായ ഭാഗത്ത് നിന്ന് ലഭ്യമാകുന്ന ഒരു തിരിച്ചറിവ്. അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല. അവിടെ ഒരു തിരിച്ചറിവാണ് ഉണ്ടാകുന്നത്. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ വായനയുടെ പ്രാപ്തിയുടെ ഫലം നമ്മളുടെ ശരീരത്തിൻ്റെ ആന്തരിക വ്യവസ്ഥകൾ ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. പിന്നെ വായന എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാറി നമ്മുടെ അറ്റൻഷൻ അനുഭവത്തിലായി. വായന സമ്പൂർണമായി. പിന്നെ നമ്മൾ അനുഭവത്തിലായി. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയാണ്, എൻ്റെ ശരീരം ഇപ്രകാരമാണ്. അപ്പോൾ അനുഭവത്തിലായി. അപ്പോൾ മനസ്സ് സമാധാനത്തിലായി. എന്തുകൊണ്ട് മനസ്സിന് ആശ്വാസം കിട്ടി? വ്യവസ്ഥയെ കണ്ടു. ഇതാണ് എൻ്റെ ശരീരം, ഇതാണ് എൻ്റെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. ഒരു ഓർഡർ കിട്ടി. ശരീരത്തിൻ്റെ ഓർഡർ തെളിഞ്ഞു വന്നു. അതാണ് നമ്മുടെ ആശ്വാസം. അപ്പോൾ മനസ്സ് സമാധാനത്തിലായി. ആ ഓർഡറിൽ കണക്ട് ആയില്ലേ പിന്നെ ഫുള്ള് ഡിസോർഡറാണ്. അത് വെച്ചിട്ടാണല്ലോ പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതെ, ഇവിടെ അങ്ങനെ നടക്കുന്നു, ഇവിടെ ഇങ്ങനെ നടക്കുന്നു, എന്ത് ചെയ്യാനാണ്? ആരോടും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു ഭാഗം അവിടെ കാണുന്നില്ല. എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത എനിക്ക് എന്നെ മനസ്സിലാകാത്തതാണ്. എൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥത എനിക്ക് എന്നെ മനസ്സിലാകാത്തതാണ്. അതല്ലാണ്ട് എൻ്റെ വീട്ടിലെ അംഗങ്ങൾക്ക് എന്നെ മനസ്സിലാകാത്തതല്ല. വീട്ടിലെ അംഗങ്ങളുമായിട്ടുള്ള നമ്മളുണ്ടാക്കുന്ന എല്ലാ അഭിപ്രായ ഭിന്നതകളും എനിക്ക് എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്നെ അവർ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, ഒരിക്കലുമല്ല. ഞാൻ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് തുടരുന്ന ഭാഗം തെളിഞ്ഞു വരുമ്പോൾ ആഹാ, എന്നെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നു? അവിടെ ആ ഇൻട്രാക്ഷൻ പെർഫെക്റ്റാണ്. അവിടെ ആ ഇൻട്രാക്ഷൻ പെർഫെക്റ്റാണ്. അവിടെ ഞാൻ ലൈവാണ്, എനിക്കറിയാം എന്നിൽ എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ സംഭവിച്ച് കൊണ്ടിരിക്കുന്ന അവസ്ഥ ഞാൻ അനുഭവിക്കുന്നിടത്ത് ആശ്വാസമല്ലേ? അത് ആശ്വാസമായിരിക്കണം. ആ തെളിച്ചമാണ് എൻ്റെ ഭാഷ. അതുകൊണ്ട് മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് ഒരു വഴക്കിന് പോകാൻ പറ്റുന്നത്? എങ്ങനെ? കാരണം എന്നെ ഞാൻ അനുഭവിക്കുന്നിടത്ത് വളരെ മനോഹരമാണ്, ആശ്വാസമാണ്, സ്നേഹമാണ്, ശാന്തമാണ്. ഈ ശാന്തതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ എന്നിൽ ഞാൻ പെർഫെക്റ്റായിട്ടുള്ള അനുഭവത്തെ തിരിച്ചറിഞ്ഞു. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് മറ്റൊരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അയാൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതല്ല, ഞാൻ എന്നെ വൃത്തിയായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ ഭാഗത്ത് എപ്പോഴും ശാന്തതയാണ്. ആ ഭാഗത്ത് എപ്പോഴും ശാന്തതയാണ്. കാരണം എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നിലുള്ള സവിശേഷത ഇപ്രകാരമാണ്. ആ സവിശേഷതയിലൂടെയാണ് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അത് തോന്നിയ മാസം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നുകൊണ്ട് ബഹളം വെക്കുമോ? ഇല്ല. ഇത് വളരെ പെർഫെക്റ്റാണ്, വളരെ സ്റ്റേബിളാണ്. അതാണ് റിയൽ തിരിച്ചറിവ്. അതുകൊണ്ട് എബ്രഹാം വന്നിട്ടും ഒരു കാര്യം ചോദിക്കുമ്പോൾ, അയ്യോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ,
ഓ ശരത്ത് ഇത്ര വണ്ടർഫുള്ളായിട്ട് സംസാരിക്കുന്നു, ഓ ശരത്തിനെ കേട്ടു നോക്ക്. ആഹാ, അങ്ങനെയില്ല. എന്നിലാണ് അനുഭവത്തിൻ്റെ തെളിച്ചം. എന്നിലാണ് ഞാൻ നിൽക്കേണ്ടത്. എൻ്റെ ശ്രദ്ധ എന്നിൽ തന്നെയാണ്. എന്നിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ് എൻ്റെ ലോകം. എൻ്റെ ലോകം എന്നിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ്. അതാണ് എൻ്റെ റിയൽ ലോകം. അതിന് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലോകമാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉന്മ ലോഭിച്ചു പോകും. അതുമായിട്ടുള്ള എൻ്റെ അടുപ്പം ലോഭിച്ചു പോകും. അത് ചുരുങ്ങിപ്പോകും. വലിയൊരു ലോകം എനിക്ക് കിട്ടും, പക്ഷേ ഈ ലോകത്തിൽ ഞാൻ അന്തം വിട്ടു പോകും. എനിക്ക് അന്തം ഉണ്ടാകില്ല, ഉന്തവും ഉണ്ടാകില്ല. കാണുന്നതല്ല പൊന്നാണെന്ന് തോന്നും, പക്ഷെ പൊന്നായിട്ടിരിക്കുന്ന അവൻ്റെ ഉന്മ, സത്ത്, ബോധം, സത്ത്, ചിത്ത്, ആനന്ദം, അതാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്കാ സിമ്പിളാണ്. നമ്മൾക്ക് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. എപ്പോഴും നമ്മൾക്ക് എളുപ്പത്തിൽ ജീവിക്കുന്ന ഭാഗം. കാരണം എങ്ങനെയാണോ സൃഷ്ടി നമ്മളിൽ സംഭവിക്കുന്നത് അതാണ് എളുപ്പം. ഇത് നമ്മളെന്ന് പറഞ്ഞ വ്യവസ്ഥ നമ്മൾ തീരുമാനിച്ച പ്രകാരം ഉണ്ടാക്കി. ഇവിടുത്തെ ഇക്കണോമിക്സ് പഠിച്ചു, ഇവിടുത്തെ പൊളിറ്റിക്സ് പഠിച്ചു, എന്നിട്ട് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ച് സൈക്കോളജിയും പഠിച്ച് ഇങ്ങനെയാണ് ഒരു ഉത്തമ മനുഷ്യൻ്റെ മാതൃകാപരമായിട്ടുള്ള ഭാഗം ഇന്നതാണ്. ഇത് സിഗ്മണ്ട് ഫ്രോയിഡും പിന്നെ സോക്രട്ടീസും അരിസ്റ്റോട്ടിലും ഒക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ വേണമെങ്കിൽ കുറച്ച് ബുദ്ധനെയും യേശു ക്രിസ്തുവിനെയൊക്കെ ചേർത്ത് നമ്മളൊരു മസാല ഉണ്ടാക്കുക. ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ ജീവിത പരിചയത്തിൻ്റെ നിഴലുകൾ എടുത്ത് നമ്മൾ ഒരു പുതിയ ലോകത്തെ ഉണ്ടാക്കാൻ നോക്കുക. അവിടെയാണ് ഞാനെന്നൊക്കെ പറയുന്നത് ദുർബലമായി പോകുന്നത്. അതുകൊണ്ട് മാത്രമാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. കാരണം നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് ഒരിക്കലും ഇങ്ങനെയുള്ള നൈമിഷികമായിട്ടുള്ള ബുദ്ധിയുടെ തലത്തിൽ നിന്ന് രൂപം കൊള്ളേണ്ടതല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ആയിരിക്കണം നമ്മളെന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് രൂപം കൊണ്ടുവരേണ്ടത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നതല്ല, ഇത് വ്യക്തമായിട്ട് അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. സമകാലികമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ഒന്നിലും നമ്മൾ ഒട്ടിപ്പോകാതെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ തന്നെ ശ്രദ്ധിച്ച് കാലത്തെ നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ച് നിർത്തിക്കൊണ്ട് കാലത്തെ വേർതിരിച്ച്, കാരണം ഞാൻ കാലത്തിൻ്റെ സൃഷ്ടിയല്ല. അതുകൊണ്ടാണ് കാലത്തെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. കാലത്തെയാണ് വായിച്ച് മനസ്സിലാക്കുന്നത്. നമ്മളെന്തിനാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കാലത്തെ മനസ്സിലാക്കിയ ഏത് പുസ്തകം എടുത്താലും അയാൾ കാലത്തെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. ഏത് ഗ്രന്ഥം എടുത്താലും ആ വ്യക്തി എഴുതിയിരിക്കുന്നത് കാലത്തെ നിർവചിക്കുന്ന ഭാഗം മാത്രമേ ഉള്ളതിൽ. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഏത് ഗ്രന്ഥമെടുത്തോ കാലത്തെ ആ വ്യക്തി അഭിമുഖീകരിച്ച ഭാഗം മാത്രമേ ഏത് ഗ്രന്ഥത്തിലും ഉള്ളൂ. ലോകത്തിലുള്ള എല്ലാ ഗ്രന്ഥവും എടുത്ത് വായിച്ചു നോക്കിക്കോ, ഒന്ന് തന്നെയാണ്. ഏത് പുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചോ എല്ലാ പുസ്തകവും പറയുന്നത് ഒരൊറ്റ കാര്യമായിരിക്കും. ഒറ്റ കാര്യമാണ്. ഏത് ഗ്രന്ഥം എടുത്ത് വായിച്ചോ അതേ പറയാനുള്ളു. 10,000 വർഷങ്ങൾക്ക് മുമ്പും ഇതിങ്ങനെ തന്നെയായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഏത് ഗ്രന്ഥത്തിലെടുത്ത് വായിച്ചാലും അവർക്ക് കാണാനും കേൾക്കാനുമുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്, അല്ലാതെ വേറെ പുതിയതായിട്ടൊന്നുമില്ല. നിങ്ങൾ 1000 പുസ്തകം എടുത്ത് വായിച്ചോ, ശരിക്കും സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കാണാവുന്നത് എന്താണ്? ഇതെല്ലാം ഒന്ന് തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്.
അല്ലാണ്ട് 10 പുസ്തകത്തിൽ 10 കാര്യങ്ങളല്ല. സാർ, നമ്മൾ ഈ ലാംഗ്വേജിന്റെ ഭാഗം പറയുമ്പോൾ ഇപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊരു റിയാലിറ്റി എൻ്റെ ബ്രെയിൻ കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഭാഗം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിരിക്കും ശ്രമിക്കില്ല. അപ്പം ഞാൻ സ്വപ്നത്തിന്റെ ഭാഗം പറയാണ് സാർ. അപ്പം ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്ന റിയാലിറ്റി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം മറ്റൊരാൾക്ക് ഞാൻ പറഞ്ഞ വാക്കിൽ നിന്നും ഒരു റിയാലിറ്റി കൺസ്ട്രക്ട് ചെയ്യും. ഇത് രണ്ടും തുല്യമാകത്തില്ല പലപ്പോഴും. രണ്ടുപേരുടെ അന്തരീക്ഷത്തിനനുസരിച്ച് ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്ന റിയാലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ സംസാരം തുടരുന്നത്. അപ്പം ഒരു കോമൺ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യാ? ലാംഗ്വേജിനകത്ത് എപ്പോഴും ഈ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ട് കിടക്കല്ലേ. നമ്മൾ എങ്ങനെയാണ് ഈ ലാംഗ്വേജ് വഴി ഒരു കോമൺ റിയാലിറ്റിയിലോട്ട് എത്തിപ്പെടുക? അതായത് ശരത്ത് പറഞ്ഞത് അരുൺ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. അരുൺ വേറൊരു കാര്യമാണ് പറഞ്ഞത്. ആ രാജു വന്നിട്ട് ഇതൊന്നുമല്ല. പക്ഷെ എല്ലാവരും പറയണ ഒരൊറ്റ കാര്യം തന്നെ, എല്ലാവരും സംസാരിക്കുന്നത് ഒരൊറ്റ കാര്യം തന്നെയാണ്. രാജു പറയുന്ന കാര്യം തന്നെയാണ് അബ്രഹാം പറയുന്ന അതേ കാര്യം തന്നെയാണ് അരുൺ പറയുന്നത്. സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ എല്ലാവരുടെയും ഇന്ദ്രിയങ്ങൾ, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ, ചുറ്റുപാടും അവർ കണ്ട കാര്യത്തെ അവർ വിലയിരുത്തിയ ഭാഗമാണ് പറയുന്നത്. അല്ലെ, ഏത് ഭാഗത്ത് നിന്നുകൊണ്ട് ഇതേ ശരീരം വെച്ചുകൊണ്ട് എനിക്കുള്ള അതേ ശരീരം തന്നെയാണ് ശരത്തിൻ്റെ കയ്യിലും ഇരിക്കുന്നത്. വേറെ കാര്യമാകുന്നത് എങ്ങനെയാണ്? ഇതേ കാര്യം തന്നെയാണ്. അപ്പം ശരത്ത് വിലയിരുത്തിയിട്ട് ശരത്ത് അത് സ്വപ്നമാക്കി മാറ്റി. ശരത്ത് എന്ത് ചെയ്ത് സ്വപ്നമാക്കി മാറ്റി. അപ്പോഴാണ് തോന്നുന്നത് ഇത് വെറൈറ്റിയാണ്. ഇത് അതെ, എക്സാക്ട്ലി. അതൊരു തീരുമാനം എടുത്ത്. പക്ഷെ ഈ തീരുമാനം നിലനിൽക്കത്തില്ല. ഇത് അലുത്തു പോകുന്ന തീരുമാനങ്ങളാണ്. പ്രപഞ്ചം എത്ര കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറെ പുതിയതായിട്ടൊന്നും വരാനില്ല. ചരിത്രം കുഴിച്ച് മാന്തണ്ട. ചരിത്രമില്ല, യാഥാർത്ഥ്യം മാത്രമേ ഉള്ളൂ. ചരിത്രമില്ല, യാഥാർത്ഥ്യമേ ഉള്ളൂ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് കാര്യങ്ങളുള്ളത്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് കാര്യങ്ങളുള്ളത്. അല്ലാണ്ട് വേറെ ഇന്നും നോക്കണ്ട. ഈ 5000 വർഷം മുമ്പ് ബുദ്ധൻ, 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു, മുഹമ്മദ് നബി, നമ്മളിങ്ങനെ ഈ കഥകളെല്ലാം പരിശോധിച്ചാൽ ഇപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അത് വൃത്തിയായിട്ടാണ്. സംഭവങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ടാണ് സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലാണ്ട് സൂര്യൻ രാവിലെ പടിഞ്ഞാറ് ഉദിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ കൂടെ കൃത്യമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് സംഭവങ്ങളെല്ലാം അതിന് അതിൻ്റെതായിട്ടുള്ള വൃത്തിയുണ്ട്. സംഭവമേ യുഗേ അതിപ്പോൾ നമ്മൾ രമയുടെ വർത്താനം പറഞ്ഞാലും ഷിനോജിയുടെ വർത്താനം പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. 2 പേരും 3 പേരും 4 പേരും എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇത് വാക്കാ സിമ്പിൾ കാര്യമാണ്. പക്ഷെ നമ്മൾ സ്വപ്നത്തിൽ ഷിനോജ് രമ എത്ര രസകരമായിട്ട് വർത്താനം പറയുന്നു. അഫ്സല് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ
ഒക്കെ നമ്മൾ വെറുതെ ഇരുന്ന് വിലയിരുത്തുക. പക്ഷെ എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്. എല്ലാ മനുഷ്യരും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ അവരവർ തന്നെ ഞാൻ നിന്നെ പോലെയല്ല, എനിക്ക് നിന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവൻ തന്നെ അവനെ സൃഷ്ടിക്കുകയും അവൻ സർവ്വതുമായിട്ട് പൊരുത്തപ്പെടാൻ അവൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മൾ കേൾക്കുക, മിണ്ടാതിരുന്ന് കേൾക്കുക. നമ്മൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കുക, കേട്ടുകൊണ്ടിരിക്കുക. കേൾവി നിങ്ങളെ തുറക്കും. കേൾക്കുക എന്ന് പറയുന്നത് അല്ല, എല്ലാരും ഒരു മനോഹരമായ ജീവിതം ഇങ്ങനെ തീരുമാനിച്ചുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന്റെ വിപത്താണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി പ്രപഞ്ചം അതിൻ്റെ ആ പ്രവർത്തന മണ്ഡലങ്ങൾ എന്നും അനശ്വരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ ഭാഗത്താണ് നമ്മുടെ ശരീരം, അതിൽ നിന്നാണ് നമ്മുടെ ശരീരം രൂപം കൊണ്ടിരിക്കുന്നത്. യാതൊരു പ്രവർത്തനവുമില്ലാതെ ശരീരം പ്രവർത്തിക്കത്തില്ല. പ്രവർത്തനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശരീരമായിട്ട് രൂപം കൊണ്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ശരീരം ഉണ്ടാകത്തില്ല. ശരീരം ഉണ്ടാകാനുള്ള കാരണം വളരെ മനോഹരമാണ്. അതുകൊണ്ടാണ് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ അതിൻ്റെ യഥാസ്ഥാനത്ത് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് വിവേകം ഉണ്ടാകുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെയാണ്, വ്യവസ്ഥ പ്രകാരം ഇതിങ്ങനെയാണ്. ആ പ്രവർത്തനത്തെ നമ്മളുടെ അനുഭവത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുമ്പോൾ നമുക്ക് ആശ്വാസം, നമ്മൾക്ക് സ്ഥിരത അനുഭവത്തിൽ കിട്ടുകയും ഇതിങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് ശാന്തി, അല്ലെങ്കിൽ ശാന്തി എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ശാന്തി ആയി തീരണം. സമാധാനം വേണം. നിങ്ങളെല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ സ്നേഹമായിട്ട് മാറിയാൽ മതി. സ്നേഹിക്ക് എന്ന് 10 പേരോട് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ സ്നേഹമായി തീർന്നാൽ. നമ്മൾ സ്നേഹമായി തീരുക. അപ്പം സ്നേഹത്തിൻ്റെ ഒരു ഭാഷ അവിടെ പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്ന ഭാഷയോ, അതിന് ജീവനുണ്ട്. സ്നേഹത്തിന് ജീവനുണ്ട്. ഞാൻ എന്തോരം നിന്നെ സ്നേഹിച്ചു, എന്നിട്ട് നിനക്ക് അല്പം പോലും മനസ്സിലായില്ലല്ലോ എന്ന് പറയേണ്ട ഒരു ഭാഗമില്ല. കാരണം സ്നേഹത്തിൻ്റെ ഭാഷ അത് അതിൻ്റെ തനിമയിൽ അത് സഞ്ചരിച്ചോളും, അതിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ അത് സഞ്ചരിച്ചോളും. അല്ലാണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളാരും ശ്രദ്ധിച്ചില്ല, അങ്ങനെ ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പ്രവർത്തനത്തിന് അടിസ്ഥാനമുണ്ട്. അങ്ങനെ പ്രവർത്തിക്കത്തുള്ളൂ. ഇത് പ്രപഞ്ചമാണ് പ്രവർത്തനത്തിൻ്റെ മാതൃക നിശ്ചയിക്കുന്നത്. അതിന് നമ്മളൊരാൾ ഇങ്ങോട്ട് വന്നു ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും അത് കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അയാൾക്ക് ബുദ്ധിമുട്ടാകും, ശ്വാസം മുട്ടലുണ്ടാകും. ശ്വാസം മുട്ടലുണ്ടായിട്ട് വേറെ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം പ്രപഞ്ചം പ്രവർത്തിക്കാനുള്ള കാരണങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടതാണ്. അത് പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എതിര് നിൽക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത, ശ്വാസം മുട്ടലുണ്ടാകുന്നത്. ജീവിതം ദുരന്തമാകുന്നു. അല്ലെങ്കിൽ എതിര് ഇടാൻ നോക്കണ്ട. അതെ ഇത് എതിർക്കാൻ നോക്കരുത്. ഒരു കാരണവശാലും എതിർക്കാൻ നോക്കരുത്. ആ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനവുമായിട്ട് താതാമ്യം പ്രാപിക്കുക. അപ്പം നമ്മളെന്ന് പറയുന്നത് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ചേർന്നിരിക്കുന്നത്, എൻ്റെ ആ സത്ത് ചിത്താനന്ദത്തിലാണ്
ഇവരെല്ലാവരും ചേരേണ്ടത്. എനിക്ക് എവിടെയാണ് എൻ്റെ ആനന്ദം വിട്ടുപോകുന്നത്? അവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് പ്രോപ്പറല്ല. എനിക്ക് എന്നിൽ വന്നു ചേർന്നതൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. ആ വ്യവസ്ഥയുടെ ഭാഗമായി എന്നിൽ വന്നു ചേർന്നത്. ആ വന്നു ചേർന്നതിന്റെ മനോഹാരിത എല്ലാവരും അനുഭവിക്കുന്നു. എന്നാൽ അവർക്ക് മെച്ചപ്പെട്ട മനോഹാരിത അവരുടെ തീരുമാനങ്ങൾ അവരവര് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടുത്തെ അതാണ് രോഗം. അതിനാണ് രോഗം എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടത്താൽ, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. സ്വന്തം ഇഷ്ടത്താൽ ക്രമീകരിച്ച് കൊണ്ടുവരുമ്പോൾ ചുറ്റുപാടും കാണുന്ന നിഴലുകൾ അല്ല ചുറ്റുപാടും കാണുന്ന ബിംബങ്ങളെ അനുസരിച്ച് പുതിയൊരു ജീവിതം, പുതിയൊരു ശരീരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നിടത്താണ് നമുക്ക് രോഗങ്ങൾ, കഷ്ടകാലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ജീവിതം ദുരന്തമായിട്ട് മാറും. അതുകൊണ്ടാണ് എളിമപ്പെടുക, അഹങ്കാരം മാറ്റിവെക്കുക, സംരസപ്പെടുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിങ്ങനെ ആണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് യാതൊരു കാരണവശാലും വേറെ ഒരു ട്രാക്കും ഇല്ല. ഈ ട്രാക്ക് എപ്പോൾ പാടിയാലും ഈ ട്രാക്ക് ഇങ്ങനെയാണ്. എപ്പോൾ പാടിയാലും ഇതിൻ്റെ ട്രാക്ക് ഇങ്ങനെ തന്നെയാണ്. അത് നമ്മളിങ്ങോട്ട് വന്നിച്ചും അരിസ്റ്റോട്ടലിൻ്റെ ഒരു പുസ്തകം എടുത്ത് വെച്ച് വായിച്ചു, അല്ലെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഒരു ബുക്ക് വായിച്ച്, ഓ ഇങ്ങനെയാണല്ലേ നമ്മൾ തീരുമാനം എടുക്കുക. അടുത്ത ആൾ ബൈബിൾ എടുത്ത് വായിച്ചു, എന്നിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, ഈ ബൈബിളിൽ പറയുന്നതാണ് ശരി. അടുത്ത ആൾ ഖുറാൻ എടുത്ത് വായിച്ചു, എന്നിട്ട് പറയും ഖുറാനാണ് ശരി. ഭഗവത്ഗീത വായിച്ചു സംബന്ധിച്ച് പറയും ഭഗവത്ഗീതയാണ് ശരി. അല്ലെങ്കിൽ ഉപനിഷത്ത് വായിച്ചിട്ട് പറയും ഇതാണ് ശരി. എക്കാട്ടോളല്ലേ, എക്കാട്ടോളുടെ ഇപ്പോൾ പുതിയത് എല്ലാവരും പറയുന്നത് പവർ ഓഫ് നൗ. അത് വായിച്ച സംബന്ധിച്ച് കുറച്ച് ആൾക്കാർ പറയും ഇതാണ് ശരി. ശരിയാണെങ്കിൽ പറയണെന്തിനാണ്? ശരി പ്രവർത്തിച്ചോണ്ടിരിക്കല്ലേ. ശരി ആരെ പഠിപ്പിക്കണം? ശരി ആരെങ്കിലും പഠിക്കേണ്ടതാണോ? അല്ല, ശരി പഠിക്കാൻ പറ്റത്തില്ല, ശരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശരി അനുഭവിച്ചു, ലൈവല്ലേ നമ്മൾ. നമുക്കെന്തിനാ വിശ്വസിക്കുന്നത്? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലൈവാണ്, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെവിടെയാണ് സംശയത്തിൻ്റെ നിഴൽ? എങ്ങുമില്ല. നമ്മളെ പരിശോധിച്ചാൽ, ശ്രദ്ധിച്ചാൽ ആഹാ അതിമനോഹരമാണ്. കാരണം ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്ത് അതിൻ്റെ എൻജിനീയറിങ് പരിശോധിച്ചാൽ എത്ര ബ്യൂട്ടിഫുള്ളി സ്കിൽഡാണ്. നമ്മുടെ ത്വക്കൊക്കെ എത്ര മൃദുലമാണ്. പക്ഷെ നമ്മൾ എത്ര ബ്യൂട്ടിഫുള്ളി അത് കൊണ്ടു നടക്കുന്നു, എത്ര മനോഹരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നു. നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഭാഗത്ത് വളരെ പ്രതികൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതിൻ്റെ മധ്യത്തിൽ ഇതെല്ലാം അനുകൂലമാക്കി കൊണ്ടുപോകാനുള്ള സർവ്വ സവിശേഷതയും നമ്മളിലുണ്ട്. അതാണ് നമ്മളുടെ വിവേകം, അതാണ് നമ്മുടെ ജീവിതം. ജീവിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. ജീവിക്കണം. ജീവിക്കുമ്പോഴാണ് ജീവിക്കുക മാത്രം ചെയ്താൽ മതി. ജീവിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ സർവപ്രവർത്തനവുമാണ് നമ്മളാക്കി നിലനിർത്തുന്നത്. ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന തുടിപ്പ്, ഹൃദയത്തിൻ്റെ സ്പന്ദനം, അത് അവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? ആ കാരണത്തെ നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ കാരണം ഹൃദയത്തിന് സ്പന്ദനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടുണ്ടായി?
ആ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളമാണ് നമ്മൾ അനുഭവിക്കുന്നതെങ്കിൽ അവിടെ പിന്നെ വേറെ എന്താ? കാരണം അതിനൊരു കാരണമുണ്ടെങ്കിൽ, ഞാൻ എഴുന്നേറ്റ് കിടക്കാനുള്ള കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്പന്ദനത്തിനുള്ള കാരണവും അവിടെ ഉണ്ടാകണം. അപ്പം ഇതിനെല്ലാത്തിനും അവിടെ ഒരു തുടർച്ച വരികയും ആ തുടർച്ചയാണ് നമ്മളുടെ വിവേകം. ഞാൻ ഇപ്രകാരം രൂപം കൊണ്ട് പ്രവർത്തിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ നമ്മുടെ ചുറ്റുപാടും കാണുന്ന എന്തെങ്കിലും ഒന്നിൽ നിന്നാണോ? അല്ല, സർവ്വതുമായിട്ട് ലയിച്ചു നിൽക്കുന്നതാണ്, സർവ്വതുമായിട്ട് താതാമ്യം പ്രാപിച്ച് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇനി കാലത്തിൻ്റെ യാതൊരു തടസ്സവും വരുന്നില്ല, കാലാതീതമാണ്. അതുകൊണ്ടാണത് കാലാതീതമാണ്. അതാണ് ബോധം നമുക്ക് കാലത്തിൻ്റെ മറകളെ നീക്കം ചെയ്യാനായിട്ട് ബോധം കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. ബുദ്ധി കൊണ്ടല്ല, ബോധം കൊണ്ട് മാത്രമേ കാലാതീതമായിട്ടുള്ള ഈ നിലനിൽക്കുന്ന സത്യത്തെ നമ്മുടെ ശ്രദ്ധയിൽ ഉണർത്തി തരത്തുള്ളൂ. അനുഭവത്തെ പരിശോധിക്കണം. നമ്മൾ നമ്മളാകാനുള്ള കാരണം അനുഭവത്തെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ വ്യവസ്ഥ, അതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽസും എല്ലാം അതിൻ്റെ ഓർഡറിലോട്ട് വന്ന് വീഴും. ആ ജിക്സോ പസിൽ കംപ്ലീറ്റ് ആവും. നമുക്ക് നമ്മളിൽ സംശയങ്ങളുണ്ടാകുകയില്ല, ഭാവിയുടെ ആവശ്യമില്ല. കാരണം വർത്തമാനത്തിൽ സജീവമാണ്, അല്ലേ? വർത്തമാനത്തിൽ സജീവമാണ്. ഇതിങ്ങനെയാണ്. വർത്തമാനത്തിൽ സജീവമാകുമ്പോൾ നാളെ ഓർത്ത് ഉത്കണ്ഠയില്ല. ഇതിങ്ങനെയാണ്, അതെന്നും ഇങ്ങനെയാണ്.